ഹായ് അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടു നോക്കുക. ഇഷ്ടമാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും കമൻറ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ടോക്കാം. അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് നീർദോശയാണ് കേട്ടോ. നീർദോശയും ചിക്കൻ കറിയാണ്. ചിക്കൻ കറി ഇന്നലെ നൈറ്റിൽ വറുത്തരച്ച് വെച്ചിട്ടുള്ള ചിക്കൻ കറി ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഇന്ന് മക്കൾക്ക് സ്കൂൾക്കും കൊടുത്തു വിടുന്നത്. ഇത് തന്നെയാണ്. ഇനിയിപ്പോൾ ഇതാ ദോശയൊക്കെ ഞാൻ ചുട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ തന്നെ ഇതാ ഒരു ഗ്ലാസ് ചായയും കൂടിയൊക്കെ ഒന്ന് കുടിക്കുകയാണ് കേട്ടോ. ബിസ്ക്കറ്റ് കൂട്ടിയിട്ട് അങ്ങനെ കുടിക്കുകയാണ്. അപ്പോൾ ദോശ ചുടുമ്പോൾ നമുക്ക് പല പണികളും അതിൻ്റെ ഇടയിൽ നടക്കും. ഇപ്പോൾ ഉപ്പേരിക്ക് എന്തെങ്കിലുമൊക്കെ കട്ട് ചെയ്യാണ്ടെങ്കിൽ അങ്ങനത്തെ പണികളൊക്കെ ഇതുപോലെ ദോശ ചുടുമ്പോൾ നടക്കും. മറ്റേത് ദോശ ചുടാനായിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഒരു സമയം വെറുതെ അങ്ങനെ പോവും. ഇനിയിപ്പോൾ ഇതാ ഞാൻ മക്കളെ ടിഫിൻ ബോക്സിക്ക് ദോശ ആക്കും കൂടിയും ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ സ്കൂൾ പോക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടതാ പിന്നെ ഞാൻ വീട് എന്നത്തെയും പോലെ മൊത്തത്തിലൊന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ആദ്യം തന്നെ ബെഡ്റൂമിൽ വന്നതാണ്. ഇപ്പോൾ ബെഡ്ഷീറ്റും കാര്യങ്ങളും ഒക്കെ നല്ല നീറ്റാക്കിയിട്ട് തന്നെ ഒന്ന് വിരിച്ചിടുകയാണ്. അങ്ങനെ ബെഡ്റൂം ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടൊക്കെ വന്നപ്പോഴാണ് വാർഡ്രോബ് ചെറുതായിട്ട് മടക്കി വെക്കാനൊക്കെ അയക്കണേ. അപ്പോൾ ഇന്നിപ്പോൾ അതിലുള്ള ഫേസ് ടവലും അതുപോലെ വാഷ് ഏരിയൻ്റെ അവിടെയുള്ള ടവലും കാര്യങ്ങളും ആ ഒരു ഏരിയ അങ്ങനെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. വാർഡ്രോബൊക്കെ ഇതുപോലെ മടക്കി വെക്കാനായിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് വലിച്ചിട്ടിട്ട് അങ്ങനെ മടക്കി വെക്കലില്ല കേട്ടോ. അങ്ങനെ വലിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അന്ന് തന്നെ തീർക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും. പിന്നെ അത് അന്ന് തീർക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര ഒരു ടെൻഷൻ പിടിച്ച പണിയായിട്ട് മാറും. അപ്പോൾ ഇതുപോലെ ഓരോരോ സെക്ഷൻ വെച്ചിട്ട് ഇങ്ങനെ മടക്കി വെക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ ഒരു 2-3 ദിവസം എടുത്താലും അത് നല്ല ക്ലീൻ ആയിട്ട് തന്നെ ഇരുന്നോളും. നമുക്ക് ടെൻഷനും ഇല്ല. ചെറിയ ചെറിയ ഭാഗങ്ങളല്ലേ ചെയ്യാനുള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നല്ലപോലെ മടക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ വീടിൻ്റെ ക്ലീനിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഓരോരോ ചെറിയ ചെറിയ ഏരിയ വെച്ചിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യൽ. പിന്നെ ചില ദിവസങ്ങളിൽ നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നല്ലോണം നേരത്തെയൊക്കെ കഴിയുകയാണെങ്കിൽ കുറച്ചധികം ക്ലീനിങ്ങിനും കാര്യത്തിനും നിൽക്കുക എന്നല്ലാതെ ചെറിയ ചെറിയ ഏരിയ മാത്രം സെലക്ട് ചെയ്തിട്ടാണ് ഞാൻ എപ്പോഴും എന്ത് കാര്യം ക്ലീനിങ് ആണെങ്കിലും ഇതുപോലെ മടക്കിവെക്കലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ് കേട്ടോ ചെയ്യൽ. അപ്പോൾ നല്ല സുഖമാണ്. പെട്ടെന്ന് തന്നെ കഴിയും ചെയ്യും. നമ്മൾ എല്ലാ ഭാഗവും നല്ല ക്ലീനായിട്ട് തന്നെ കിടക്കും ചെയ്യും. ഇനിയിപ്പോൾ ഞാൻ ബാക്കിയുള്ള ടവലും കാര്യങ്ങളും ഒക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ ഒന്ന് മടക്കി വെക്കട്ടെ കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് അതൊക്കെ വാർഡ്രോബിൽ കൊണ്ടുപോയി വെച്ചിക്കണേ. ഇനിയിപ്പോൾ ബാക്കിയുള്ള ഏരിയയും കൂടിയും ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ.
അങ്ങനെ ഇതാ മോളവിടെ കളിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഉച്ചക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കിച്ചണിൽ വന്നതാണ്. അപ്പോൾ ഇന്ന് കുമ്പളം കൊണ്ട് പച്ചടിയും അതുപോലെ അയില മുളകിട്ടതും അയില പൊരിച്ചതുമാണ് കേട്ടോ. അപ്പോൾ ഇതാ പച്ചടി വെക്കാൻ വേണ്ടിയിട്ട് കുമ്പളങ്ങയും പച്ചമുളകും ഉപ്പും വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. ഇനിയിപ്പോൾ പച്ചടിക്കുള്ള അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം. അതിന് ഞാനിതാ കുറച്ച് തേങ്ങ എടുത്തിക്കണം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകും അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും പിന്നെ പുളിക്കാവശ്യത്തിന് തൈരും കൂടി ഒഴിച്ചിട്ട് 2-3 പച്ചമുളകും ഒക്കെ ഇട്ടെടുത്തിട്ട് അത് നല്ലോണം ഒന്ന് അരക്കാൻ വേണ്ടിയിട്ട് വെച്ചിക്കണ്. ആ സമയത്ത് ഇതാ ഞാൻ അയില മുളകിടാൻ വേണ്ടിയിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുത്തിക്കണ്. എണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടെടുത്തിക്കണ്. കടുക് പൊട്ടി വരുമ്പോൾ ഇതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ടെടുത്തിക്കണ്. ഉലുവയൊക്കെ നല്ലോണം ഒന്ന് ബ്രൗൺ കളറാവുമ്പോൾ ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ ഒരു വലിയ ഉള്ളി കട്ട് ചെയ്തതും കുറച്ച് പച്ചമുളകും ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുകയാണ്. ഉള്ളിയൊക്കെ നല്ലോണം വഴന്ന് വന്നപ്പോൾ അതിലേക്ക് ഞാൻ ഒരു കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ ഇനിയിപ്പോൾ അതിലേക്ക് പൊടികളൊന്നും ചേർത്ത് കൊടുക്കാണ്ട് അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, എരിവിനനുസരിച്ചിട്ട് മുളക് പൊടി. ഇനിയിപ്പോൾ അതെല്ലാതും കൂടി നല്ലോണം ഒന്ന് നമുക്കതൊന്ന് മൊരിയിപ്പിച്ചെടുക്കണം. ആ ഒരു പൊടികളെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതൊക്കെ ഒന്ന് മാറി വരുമ്പോൾ അതിലേക്ക് ഞാൻ 2 തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തിക്കണം. ഞാൻ 2 വലിയ തക്കാളിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ല പഴുത്ത തക്കാളിയാണ്. ഇപ്പോൾ തക്കാളി നല്ലോണം വെന്തിട്ട് നല്ല സോഫ്റ്റായിട്ട് വന്നിക്കണ്. ഇതിപ്പോൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളമോ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് കുടംപുളി ഉണ്ടെങ്കിൽ അതോ ചേർത്ത് കൊടുക്കുക. പുളിക്ക് ആവശ്യത്തിന്. ഇനിയിപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുകയാണ്. കറിയൊക്കെ നല്ലോണം തിളച്ച് വന്നപ്പോൾ മീനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇതാ മീനും വെന്ത് കറി സെറ്റായിക്കണ്. അപ്പോൾ കുറച്ചധികം കരിവേപ്പിൻ്റെ ഇലയും പിന്നെ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ആ ഒരു തളയനെ അതൊന്ന് മൂടി വെച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ ആ സമയത്ത് കുമ്പളങ്ങയൊക്കെ നല്ലോണം വെന്തിട്ട് അതൊന്ന് ചട്ടിക്ക് മാറ്റി കൊടുത്തിക്കണ്. അത് നല്ലോണം ഒന്ന് ഉടച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ ഒരു അരപ്പ് ഒഴിച്ച് കൊടുത്തിക്കണ്. കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചെറിയൊരു തള വരുമ്പോൾ നമുക്ക് അതിൻ്റെയും ഫ്ലെയിം ഓഫ് ചെയ്യാം. നല്ലോണം തിളക്കണ്ട കേട്ടോ പച്ചടിയൊന്നും. ഇനിയിപ്പോൾ അതിക്ക് വറവിടാൻ വേണ്ടിയിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് കടുകും അതുപോലെ തന്നെ ഉണക്കമുളകും കുറച്ച് കരിവേപ്പിൻ്റെ ഇലയും ഒക്കെ ഇട്ടെടുത്തിട്ട് അതൊന്ന് വറവിട്ടും കൂടി എടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ഇതാ പച്ചടി റെഡിയായി. മീൻകറീൻ്റെ കൂടെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു പച്ചടി. അങ്ങനെ ഇപ്പോൾ ഇന്ന് ഉച്ചക്കുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്. ലൈക്ക് ചെയ്യാനും മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.